ഇന്ന് കണ്ണൂരിൽ വളരെ സുപ്രധാനമായ ഒരു പത്രസമ്മേളനം നടന്നു. അത് CPM പാർട്ടിയെ വിറപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായ ഒന്നായി മാറി. വാർത്താസമ്മേളനം നടത്തിയത് കറകളഞ്ഞ തലമുതിർന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു. സാക്ഷാൽ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും, പയ്യന്നൂരിന്റെയും തളിപ്പറമ്പിന്റെയും MLA മാർ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ലെ ജീർണതകൾക്കെതിരെ പോരാടി പുറത്തുവന്ന് സ്വതന്ത്രരായി മത്സരിച്ച് CPM കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി പിടിച്ചെടുത്ത രണ്ട് പുലിക്കുട്ടികൾ. കഴിഞ്ഞ 2 ദിവസങ്ങളായി CPM-ൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ചർച്ചകളും അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുമാണ് വാർത്താസമ്മേളനം വിളിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു ഇരുവരുടെയും പ്രതികരണങ്ങൾ. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചെന്നും തോൽവിയുടെ ഉത്തരവാദിത്തം ജില്ലാ നേതൃത്വം ഏറ്റെടുത്തെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ തങ്ങൾ അന്നുയർത്തിയ കാര്യങ്ങൾ ശരിയായിരുന്നുവെന്ന് തെളിഞ്ഞെന്ന് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പറയുന്നു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും പാർട്ടി ഘടകം അംഗീകരിച്ചിരുന്നോ എന്ന് അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. PK ശ്യാമള എങ്ങനെ സ്ഥാനാർത്ഥിയായി? ആരാണ് അംഗീകരിച്ചത്? ജില്ലാ കമ്മിറ്റിയിൽ 2-3 പേർ മാത്രമാണ് പിന്തുണച്ചത്. സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കുറ്റം ജില്ലാ കമ്മിറ്റിക്കാണ്. ആരാണ് PK ശ്യാമളയെ നിർദ്ദേശിച്ചത്? ആരുടെ അഭിപ്രായം തേടിയിട്ടാണ് നിർദ്ദേശിച്ചത്? സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിന്റെയും തോൽവിയുടെയും ഉത്തരവാദി സംസ്ഥാന നേതൃത്വമാണെന്നും TK ഗോവിന്ദൻ തുറന്നടിക്കുന്നു. പാർട്ടിയിൽ തെറ്റുതിരുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നില്ലെന്നാണ് നിലവിലെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ കുറ്റപ്പെടുത്തുന്നു. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് TI മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർത്തത്. ഭൂരിപക്ഷം ആളുകളും സ്ഥാനാർത്ഥിയെ എതിർക്കുമ്പോൾ നേതൃത്വം പരിശോധിക്കേണ്ടേ? തിരുത്താൻ ബാധ്യതയുള്ളവരാണ് നേതൃത്വം. ജില്ലാ കമ്മിറ്റി തെറ്റ് സമ്മതിച്ചു എന്ന് പറയുന്നു. എന്ത് തെറ്റാണ് പറ്റിയത്? തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയായിരുന്നുവെന്ന് നേതൃത്വം പരോക്ഷമായി സമ്മതിക്കുകയല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തു തിരുത്തലാണ് പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും ഇരുവരും ആരായുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞത് TK ഗോവിന്ദനാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മുൻ MLA-ക്കെതിരെ താൻ നേരത്തെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുമെന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. അതായത് മുൻ MLA ആയിരുന്ന MV ഗോവിന്ദനെതിരെ അഴിമതി വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെടുമെന്ന്. MV ഗോവിന്ദൻ MLA ആയിരിക്കെ മണ്ഡലത്തിൽ നടത്തിയ ഹാപ്പിനെസ് ഫെസ്റ്റിൽ ഉൾപ്പെടെ വൻ അഴിമതി നടന്നെന്നാണ് TK ഗോവിന്ദൻ ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഉടൻ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകും. നിലവിൽ ADM നവീൻ ബാബു കേസിൽ CBI അന്വേഷണം കണ്ണൂർ CPM-ലേക്ക് വരികയാണ്. അതിനു പിന്നാലെയാണ് പാർട്ടി സെക്രട്ടറിക്കെതിരെയും അന്വേഷണത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പിലും അന്വേഷണം ഉറപ്പായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ വരും നാളുകൾ കണ്ണൂർ CPM-നെ സംബന്ധിച്ച് അതിഭീകരമായിരിക്കും.